ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ആ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നതാണ്. അത്തരത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും ആ സൃഷ്ടാവിന് വണങ്ങുവാനും ആ സൃഷ്ടാവിന്റെ അടിമയാണ് ഞാനെന്നുറക്കെ പ്രഖ്യാപിക്കുവാനും ആ റഹ്മാനായ റബ്ബ് ഏതൊരു കാര്യമാണോ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുവാനും എന്തെല്ലാമാണോ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയത് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുവാനും കഴിയുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. കാരണം തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണ് എന്നും തനിക്കാവശ്യമായ സൗകര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ദൈവമാരാണ് എന്നും യഥാർത്ഥത്തിൽ സർവേശ്വരൻ ആരാണ് എന്നറിയാതെ യഥാർത്ഥ സൃഷ്ടാവിനെ ആരാധിക്കാതെ മറ്റുള്ള വസ്തുക്കളെ എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അതിന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഹിദായത്ത് എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഈ ഹിദായത്ത് ലഭിച്ച മുസ്ലിമീങ്ങളിൽ സത്യവിശ്വാസികളിൽ അവർക്കുള്ള വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഉമ്മത്തിന് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ പ്രവാചകരായി എന്നുള്ളത്. ധാരാളക്കണക്കിന് പ്രവാചകന്മാരും ദൈവദൂതന്മാരും വന്നു പോയിട്ടുണ്ട് എങ്കിലും ആ ശൃംഖലയിൽ ആ കണ്ണിയിൽ അവസാനത്തെ കണ്ണിയായിക്കൊണ്ട് കടന്നു വന്ന ഖാതിമുൻ നബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ഉമ്മത്തായിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ പ്രവാചകന്റെ പിൻഗാമിയാണ് ഞാൻ. ആ പ്രവാചകന്റെ ചര്യയെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആ പ്രവാചകനെ എല്ലാ സമയത്തും സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആ പ്രവാചകന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ദീനിലേക്ക് ഞാൻ കടത്തിക്കൊണ്ടുവരികയില്ല. ആ പ്രവാചകൻ പഠിപ്പിച്ച ദീനെന്താണോ അത് കൃത്യമായി കൊണ്ട് ഞാൻ പാലിച്ചു പോകും, അതിന്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തിക്കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അതെന്തേ അങ്ങനെ പറയാൻ കാരണം? ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്ന, ആ പ്രവാചകനെ പിൻപറ്റുന്നു എന്ന് വാദിക്കുന്ന, ആ പ്രവാചകന്റെ പ്രത്യേകമായ ശഫാഅത്ത് നാളെ പരലോകത്ത് ലഭിക്കും, അത് ഞങ്ങൾക്കാണ് ലഭിക്കുക എന്ന് വാദിക്കുന്ന എത്രയോ പാമരരായ പാവപ്പെട്ട ജനങ്ങൾ ചില പണ്ഡിതന്മാരുടെ കബളിപ്പിക്കൽ കാരണം അവരതിങ്ങനെ വിശ്വസിച്ച് പോരുകയാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ച യഥാർത്ഥ ദീൻ അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ, സുന്നത്തിനെ മുറുകെ പിടിക്കുവാൻ, വിദഅത്തുകളോട് നോ പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളെക്കാൾ വലിയ അനുഗ്രഹീതർ ഈ ലോകത്ത് മറ്റാരുമില്ല. ഒരു അമല് സ്വീകരിക്കണമെങ്കിൽ, ഒരു സൽക്കർമ്മം അത് അല്ലാഹുവിങ്കൽ സൽക്കർമ്മമായി കൊണ്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ, അതിന് പുണ്യം ലഭിക്കണമെങ്കിൽ അതിന് 3 ഷർത്തുകൾ പണ്ഡിതന്മാർ എണ്ണുന്നുണ്ട്. ഒന്ന്, അത് അല്ലാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുബഹി നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, ശരി തന്നെ. അതുകൊണ്ട് ഞാൻ സുബഹി ഒരു 10 റക്അത്ത് നിസ്കരിക്കുമെന്നൊരുത്തൻ പറഞ്ഞാൽ അത് ശരിയാവില്ല. എനിക്ക് അസറിന്റെ സമയത്ത് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ അസർ 2 ആക്കും, സുബഹി ഞാൻ 4 ആക്കും എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല, അനുവാദമില്ല, അർഹതയില്ല. പ്രിയമുള്ളവരെ, 2ാമത്തെ ഷർത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ഒരു അമല് ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഒരു അമല് ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിച്ചത്, അപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾക്ക് തോന്നും പോലെ നിങ്ങളെ സൗകര്യത്തിന് നിസ്കരിക്കാനല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത്. ഒരു യാത്രാ സംഘം റസൂലിന്റെ അടുക്കലേക്ക് വരികയും അവർ തിരിച്ചു പോകുമ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കണം? അവർക്കുള്ള മറുപടിയാണ്, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അപ്രകാരം നിങ്ങൾ നിസ്കരിക്കുക. 3ാമത്തെ ഷർത്ത് ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം, അപ്പോഴാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യം ദീനാണ് എന്ന് പറഞ്ഞ് ആര് ചെയ്താലും, അത് ദീനാണ് എന്ന് പറഞ്ഞ് ആര് കൊണ്ടുവന്നാലും അത് അള്ളാഹ് കൽപ്പിച്ചതായിരിക്കണം, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തന്നതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ പ്രവാചകനെ പിൻപറ്റൽ, അനുധാവനം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്.
നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയല്ല. എപ്പോഴും എല്ലാ സമയത്തും ഓരോ ശ്വാസത്തിലും പ്രവാചകന്റെ പിൻഗാമിയായിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നവനായിക്കൊണ്ട് ജീവിക്കൽ നമുക്ക് ബാധ്യത. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്താണ് അനുഗ്രഹം? ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള സത്യവിശ്വാസികളായ ആളുകൾ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത റസൂലായിക്കൊണ്ട് അവരിലേക്ക് അയക്കുകയും യത്ലു അലൈഹിം ആയാതിഹി, ആ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ ആയാത്തുകളെ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്ന, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ ജ്ഞാനവും ഗ്രന്ഥവും പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ. എന്തേ അങ്ങനെ പഠിപ്പിക്കാൻ, അങ്ങനെ സംസ്കരിക്കാൻ, അങ്ങനെ അവരിലേക്ക് നിയോഗിക്കപ്പെടാൻ എന്തേ കാരണം? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആ സമൂഹം എന്ന് പറയുന്നത്, ആ അയക്കപ്പെട്ട സമൂഹം എന്ന് പറയുന്നത്, അവർ മുൻപ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു. പെണ്ണിന് വേണ്ടി തമ്മിൽ കാലങ്ങളോളം നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്യുന്ന, കള്ളിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന, യുദ്ധം ഒരു ലഹരിയായിക്കൊണ്ട് മാറിയ ആ ഒരു സമൂഹം, ജാഹിലിയ കാലഘട്ടം, അവരിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി കൊടുത്തത്. അവർക്കാണ് റസൂലുള്ളാഹി തങ്ങൾ തസ്കിയത്ത് കൊടുത്തത്. അവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ നൽകിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചതും നരകത്തെക്കുറിച്ച് പേടിപ്പെടുത്തിയതും. പ്രിയമുള്ളവരെ, അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി, വദിത്തു അന്നീ ലഖീതു ഇഖ്വാനി, സ്വഹാബ, ഞാൻ എന്റെ ഇഖ്വാനുകളെ, ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണാൻ വല്ലാത്ത കൊതിയാകുന്നുണ്ട്. അങ്ങനെ അത് കേട്ടപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, റസൂലേ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ, ഞങ്ങളല്ലേ അങ്ങയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ? അവര് അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളാണ്, നിങ്ങൾ എന്റെ കൂടെ സഹവർത്തനം അത് ലഭിച്ച ആളുകളാണ്. പക്ഷെ എന്റെ ഇഖ്വാൻ എന്ന് പറയുന്നത്, എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത്, എന്റെ കാലഘട്ടത്തിന് ശേഷം എന്നെ കാണാതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിൻപറ്റുന്ന ആളുകളാണ്. എന്നെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്, എന്നെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ എങ്ങനെയാണോ ചെയ്തു കാണിക്കുന്നത്, അപ്രകാരം എന്റെ കാലഘട്ട ശേഷം വരുന്ന ആളുകൾ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ, സച്ചരിതരായ ആളുകൾ, അവരാണ് എന്റെ സഹോദരങ്ങൾ. നമ്മളെ കാണാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊതിച്ചിട്ടുണ്ട് ഒരു വേള എന്ന് ഹദീസുകൾ നമ്മളോട് പറയുന്നുണ്ട്. ആ റസൂലിനെ കാണാൻ നമുക്ക് കൊതി തോന്നിയിട്ടുണ്ടോ? ആ റസൂലിനെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ആ റസൂലിന്റെ കൂടെ പരലോകത്ത്, സ്വർഗത്തിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ ആ പ്രവാചകന്റെ കൂടെ ഒരു നിമിഷമെങ്കിലും പങ്കിടാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്കിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഉരുവിട്ടിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടമാണ് നമുക്ക് പരലോകത്തും ലഭിക്കുക. ഒരു അറാബിയായ മനുഷ്യൻ, അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. പ്രവാചകൻ തോന്നുന്ന പ്രവാചകരെ, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, വമാ അഅ്തലഹ, നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്? ഖിയാമത്ത് നാള് വന്നു കഴിഞ്ഞാൽ, അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി, ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞ മറുപടി, ഒരുപാട് നിസ്കാരങ്ങളോ, ഒരുപാട് നോമ്പുകളോ, ഒരുപാട് സ്വതക്കയോ ചെയ്തതിന്റെ ചരിത്രം എനിക്ക് പറയാനില്ല. പക്ഷേ എനിക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടമാണ്. ഒരുപാട് നിസ്കാരം റസൂൽ എന്റെ കയ്യിലില്ല, ഒരുപാട് നോമ്പും എന്റെ കയ്യിലില്ല, ഒരുപാട് സക്കാത്തും സ്വതക്കയൊന്നും എന്റെ കയ്യിൽ, പാവപ്പെട്ടവനാണ്, എന്റെ കയ്യിൽ അതൊന്നുമില്ല. പക്ഷെ എന്റെ കയ്യിലുണ്ട് വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, പക്ഷെ എനിക്ക് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടമാണ്. പ്രവാചകനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. പ്രവാചകൻ പറഞ്ഞ മറുപടി, അൻത മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ നീ നാളെ പരലോകത്ത് വരും. നമ്മൾ റസൂലിനെ സ്നേഹിച്ചാൽ, നമ്മൾ റസൂലിനെ പിൻപറ്റിയാൽ, നമ്മൾ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മൾ റസൂലിന്റെ കൂടെയായിരിക്കും. അതിലും വലിയ ഭാഗ്യം ഈ ലോകത്ത് ആർക്കാണ് കിട്ടുക? പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ സന്തോഷം പങ്കിടാൻ, പ്രവാചകന്റെ കൂടെ നമുക്ക് കളിച്ചിരികൾ പറയാൻ, പ്രവാചകന്റെ കൂടെ തമാശ പറഞ്ഞ് സ്വർഗത്തിൽ ഇങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ആ ഒരു അനുഗ്രഹം ലഭിക്കൽ, പ്രിയമുള്ളവരെന്ന് ആലോചിക്കുക. നിങ്ങൾ നമ്മുടെ ആലോചനയ്ക്ക് അപ്പുറത്താണ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ കുറച്ചു വർഷം, ഒരു 50, 60, 70, 80, 90, 100 വർഷം മാത്രം ജീവിക്കുന്ന ഒരു വെള്ളിയാഴ്ച അടുത്തൊരു വെള്ളിയാഴ്ച ആകുന്നത് എത്ര വേഗത്തിലാണ് സമയം കടന്നു പോകുന്നത്. ആയുസ്സുകൾ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുരുങ്ങിയ ആയുസ്സിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് വരുന്ന സമയത്ത് പ്രവാചകന്റെ കൂടെ നമുക്കും സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം ലഭിക്കുമെന്നുള്ളത് പ്രവാചകൻ വഹിയായിക്കൊണ്ട് നമ്മൾ അറിയിച്ച വിഷയം. അതിലൊരു സംശയം വരാൻ പാടില്ല. ഞാനിപ്പോൾ സ്നേഹിച്ചാൽ, ഞാൻ പ്രവാചകനെ സ്നേഹിച്ച് എനിക്കത് കിട്ടോ എന്ന് നമ്മൾ സംശയിക്കാൻ പാടില്ല. ആ സ്നേഹം ആത്മാർത്ഥമാണ് എങ്കിൽ, കറകളഞ്ഞ സ്നേഹമാണ് എങ്കിൽ, ഇംഗ്ലീഷിൽ പറയേണ്ട അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു വ്യവസ്ഥയും ഇല്ലാതെ ആത്മാർത്ഥമായി കൊണ്ട് അങ്ങനെ സ്നേഹിക്കുക. അങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാണോ? അങ്ങനെ റസൂലിനെ ഇഷ്ടപ്പെടാൻ നെഞ്ചിലേറ്റാൻ നമ്മൾ ഒരുക്കമാണോ? ആ പ്രവാചകന്റെ കൂടെ ഒരു ഇരിപ്പിടം നമുക്ക് നാളെ സ്വർഗത്തിൽ ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് നമ്മുടെ വാപ്പയെയും നമ്മുടെ ഉമ്മയെയും നമ്മുടെ മക്കളെയും മറ്റുള്ള നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ സ്നേഹിച്ചതിന് ശേഷമല്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാളുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ, ഒരാളുടെ ഈമാൻ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ റസൂൽ തങ്ങൾ പറയുകയാണ്, അവന്റെ വാപ്പയേക്കാൾ, അവന്റെ ഉമ്മയേക്കാൾ, അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, സർവ്വജനങ്ങളെക്കാളും, എല്ലാ ജനങ്ങളെക്കാളും എന്നെ അവൻ സ്നേഹിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നെ ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും അവന്റെ മക്കളെക്കാളും അവന്റെ എല്ലാ കച്ചവടത്തെക്കാളും അവന്റെ വീടിനെക്കാളും എല്ലാത്തിനേക്കാളും അവൻ എന്നെ സ്നേഹിക്കട്ടെ. മറ്റു ആയത്തുകളിലൊക്കെ നമുക്ക് അതിന്റെ വിശദീകരണം കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ നഷ്ടം ഭയപ്പെടുന്ന നമ്മുടെ കച്ചവടം, തകർന്നു പോകുമെന്ന് പേടിക്കുന്ന നമ്മുടെ വീട്, അതിനേക്കാളൊക്കെയും നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കഠിനമായ പരിശ്രമത്തെയുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനേക്കാളും എന്റെ പ്രവാചകൻ അതാണ് എനിക്ക് വലുത് എന്ന ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വാപ്പ ഒരു കാര്യം നമ്മോട് പറയുമ്പോൾ, ഉമ്മ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ, നമ്മുടെ മക്കൾ നമ്മളോട് ആവശ്യം പറയുമ്പോൾ, നമ്മുടെ ഭാര്യ നമ്മളോട് ഒരു കാര്യം സാധിച്ചു തരണമെന്ന് പറയുമ്പോൾ, അത് പ്രവാചകന്റെ അധ്യാപനത്തിന്, പ്രവാചകന്റെ കൽപ്പനകൾക്ക് എതിരാണ് എങ്കിൽ അതെനിക്ക് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് പ്രവാചകനെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത് എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാൻ എല്ലാത്തിനേക്കാളും നമ്മുടെ സ്വന്തം ദേഹത്തെക്കാളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അങ്ങയാണ്. എനിക്ക് എന്നെ കഴിഞ്ഞാൽ, എന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് അങ്ങയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയായിട്ടില്ല, നിന്റെ ഈമാൻ ശരിയായിട്ടില്ല, നിന്റെ ഈമാൻ റെഡിയാകുന്നില്ല, അത് പൂർത്തിയായിട്ടില്ല. നിന്നെക്കാൾ നീ എന്നെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് മഹാനായ ഉമർ പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക് എന്ന് റസൂൽ തങ്ങൾ പറയുമ്പോൾ, റസൂൽ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിന്നെക്കാളും നീ എന്നെ സ്നേഹിക്കണം. വല്ലാഹി ഉമറെ, നീ നിന്നെക്കാളും എന്നെ സ്നേഹിക്കുമ്പോഴാണ് നിന്റെ ഈമാൻ പൂർത്തിയാവുക എന്ന് പറയുമ്പോൾ ഉമർ തിരുത്തി പറയുന്നത്, പ്രവാചകരെ, അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എന്നെക്കാളും വലുത് താങ്കളാണ്, എനിക്ക് എന്നെക്കാളും വലുത്, എന്റെ ശരീരത്തെക്കാളും വലുത് അങ്ങാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുമ്പോൾ, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമർ ശരിയായത്. ഇത് പറഞ്ഞ പ്രവാചകൻ എന്ത് പറഞ്ഞിട്ടില്ല? നിങ്ങൾ എന്റെ പേരിൽ മൗലൂദ് ഓതണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയും പറഞ്ഞ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവൻ, അവന് വലിയ സ്ഥാനമൊന്നുമില്ല, അവന് വരാനുള്ളത് വലിയ ഭവിഷ്യത്തുകളാണ് എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ പറയുകയാണ്, എന്നെ സ്നേഹിക്കാതെ നിങ്ങളുടെ ഈമാൻ ശരിയാവുകയില്ല. എല്ലാത്തിനേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിച്ചാലേ നിങ്ങളുടെ ഈമാൻ ശരിയാവുകയുള്ളൂ. നിങ്ങളെക്കാളും, നിങ്ങളുടെ ഉമ്മയും വാപ്പയെക്കാളും ഒക്കെ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ എവിടെയും ആ സ്നേഹമായിക്കൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാനോ, ആ മാസം വരുമ്പോൾ പുണ്യ റബീഇന് സ്വാഗതം എന്ന പേരിൽ പള്ളികളിൽ ബാനർ കെട്ടുവാനോ, പള്ളികൾ ആ മാസം അലങ്കരിക്കുവാനോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമില്ല. സ്വഹാബികൾ അത് കേട്ടിട്ടുമില്ല, താബഈങ്ങൾ അത് കണ്ടിട്ടുമില്ല, താബഈങ്ങൾ അത് ചെയ്തു പോന്നിട്ടുമില്ല. മഹാന്മാരായ പണ്ഡിതന്മാർക്കൊന്നും അത് പരിചയവുമില്ല. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെയും അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്, അത് ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള പുത്തനാചാരങ്ങളൊക്കെ ഈ വഴികേടാണ്. അത്തരത്തിലുള്ള എല്ലാ വഴികേടുകളും അത് നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്നതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ആലോചിച്ച് നോക്കൂ, എല്ലാ വെള്ളിയാഴ്ചയും പ്രവാചകൻ എന്തിനാ ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞത്? എല്ലാ വെള്ളിയാഴ്ച മിമ്പറിൽ കയറി വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ആ കാലഘട്ടത്തിൽ ഒരു ബിദ്അത്തും കാണാൻ പറ്റൂല. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ബിദ്അത്തിന് സ്ഥാനമില്ലല്ലോ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ബിദ്അത്തും ഇല്ല. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ കൊലപാതകമുണ്ട്, വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, ചൂതാട്ടമുണ്ട്, സിഹറുണ്ട്, അങ്ങനെ തുടങ്ങിയ എല്ലാ വൻപാപവുമുണ്ട്. അതൊന്നും പറയാതെ
അതൊന്നും പറയാതെ അത്തരത്തിൽ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബയിലും എന്തുകൊണ്ട് ബിദ്അത്തിനെ ഉണർത്തി, എന്തുകൊണ്ട് പുത്തനാചാരത്തെ ഉണർത്തി? നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത്, നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് ഇങ്ങനെ തേന് വാരി വാരി കൊടുക്കും ആളുകൾക്ക്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കൊടുക്കുമ്പോൾ ചില ആളുകൾ വരുമ്പോൾ അള്ളാഹ് പറയും നബിയെ കൊടുക്കരുത്, നബിയെ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ചോദിക്കും, അള്ളാഹു എന്തുകൊണ്ട് അവർക്ക് തടഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയുമെന്നാണ്, താങ്കളുടെ മതത്തിൽ താങ്കളുടെ കാലഘട്ട ശേഷം പുണ്യമാണിത്, ഇത് നിസ്കാരമല്ലേ, ഇത് പുണ്യമുള്ള ഒരു വിഷയമല്ലേ, അതിന് എന്തിനാ നിങ്ങൾ എതിർക്കുന്നത്? ഇതൊരു ദിക്റല്ലേ, അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് പ്രവാചകനെ സ്നേഹിക്കുന്നതല്ലേ, അത് ദീനല്ലടോ, അതിനെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ അവരാലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, പ്രവാചകരെ താങ്കളുടെ ദീനിൽ വീടിലൊരു നില കെട്ടിപ്പൊക്കുന്നതോ, പള്ളിയിലൊരു മൈക്ക് വെക്കുന്നതോ, പള്ളിയിൽ AC വെക്കുന്നതോ, നല്ല കാർപ്പറ്റ് വിരിക്കുന്നതോ അല്ല. അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്, അതിന്റെ ഒക്കെ അസല് അത് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ ദീനിന്റെ അസല് ഒന്നും ചെയ്യരുത്, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ഒഴികെ എന്നുള്ളതാണ്. ദീനിൽ താങ്കൾക്ക് ശേഷം പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു, അത് ചീത്ത കാര്യമായി കൊണ്ടല്ല അവർ കൊണ്ടുവന്നത്, അതൊക്കെ നല്ലതായിക്കൊണ്ടാണ് അവർ അവതരിപ്പിച്ചത്. അങ്ങനെ കൊണ്ടുവന്ന ആളുകൾ അവർക്ക് നിങ്ങളത് കൊടുക്കരുത് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, വിശ്വാസത്തിൽ പറയുകയാണ് സുഹ്കൻ സുഹ്ക, എന്റെ മുമ്പെന്ന് മാറിപ്പോന്ന പറയാം. അതാവും നമ്മളെ കാക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളോട് പോലും അങ്ങനെ പെരുമാറിയിട്ടില്ല. നാളെ പരലോകത്ത് അങ്ങനെ ഇതൊക്കെ നന്മയാണ് എന്ന് വിചാരിച്ച് ചെയ്ത ആളുകൾ, പാവപ്പെട്ട മനുഷ്യർ, അവർ പരലോകത്ത് വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ മുമ്പ് മാറിപ്പോ, നിങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറയുമ്പോൾ അത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു നമ്മുടെ കുടുംബത്തെയും കാക്കുമാറാകട്ടെ. ദീനിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത് പ്രവാചക സ്നേഹമാണ് എന്ന് വാദിച്ചാലും അത് ശരിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിപ്പായിക്കുമെന്നുള്ള വിഷയം ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക, ഈമാനിന്റെ മാധുര്യം അതനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിലും പ്രവാചകനെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കണമെന്ന് റസൂല് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ ഹൃദയത്തിൽ, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ 3 കാര്യങ്ങളുണ്ട് എങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിലൊന്ന് അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും റസൂലും എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതാകണം. ദീനിനെ നമ്മൾ ഇങ്ങനെ അതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ദീനിന്റെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ഒരു വീഴ്ച നമ്മൾ വരുത്താൻ വേണ്ടി പാടില്ല. ദീൻ എന്താണോ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് നമ്മൾ ചെയ്യുക. റസൂൽ എന്താണോ നമ്മളോട് ചെയ്യുക, റസൂൽ പറഞ്ഞല്ലോ, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതിലെവിടെയും നബിദിനാഘോഷം വന്നിട്ടില്ല. സഹാബികൾ ഒരു ഈത്തപ്പഴം കൊണ്ടെങ്കിലും അത് ആഘോഷിച്ചെങ്കിലും നമുക്ക് വലിയ രൂപത്തിൽ ആഘോഷിക്കാമായിരുന്നു. പക്ഷേ ഒരു ഈത്തപ്പഴം കൊണ്ടുപോലെ അവരാരും അതിനെ ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് ദീനാണ്, അത് ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ പുണ്യമുള്ള വിഷയമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്തു വരുന്ന സമയത്തും റസൂല് പറയും, എന്റെ മുമ്പ് പോടാ എന്ന് പറയേണ്ടി വരുമ്പോൾ അത് എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈമാനിന്റെ മാധുര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രവാചകനെ സ്വഹാബികളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه وسلم. അള്ളാഹുവിനെ സൂക്ഷിച്ച് പ്രവാചകനനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ധാരാളമായി കൊണ്ട് സ്നേഹിക്കണം. പക്ഷെ ആ സ്നേഹപ്രകടനവും ആ പുകഴ്ത്തലും വാഴ്ത്തലും മദ്ഹ് പറയലും ഒക്കെ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ അതിനും ഒരു പരിധിയുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസ്രാണികൾ മറിയമിന്റെ പുത്രൻ ഈസയെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. അതിന് കവിഞ്ഞ ഒരു പുകഴ്ത്തൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിരോധിച്ചിട്ടുണ്ട്. യസ്രിബിലേക്ക്, മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ചെറിയ മക്കൾ പാട്ടുപാടി ത്വലഅൽ അലൈനാ ബദ്ർ ത്വലഅൽ ബദ്റു അലൈനാ, അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടിലെ ഒരു വരി ഇങ്ങനെയാണ്, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഞങ്ങളിലൊരു നബിയുണ്ട്, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളൊരു നബിയുണ്ട്, ആ നബി നാളത്തെ കാര്യങ്ങളൊക്കെ അറിയും.
എന്നിങ്ങനെ പറയുമ്പോൾ പ്രവാചകൻ ആ നല്ല പാട്ടാണ്, നല്ല മദ്ഹാണ് എന്ന് കേട്ട് നിൽക്കുകയല്ല ചെയ്തത്. നാളത്തെ കാര്യം നബി അറിയില്ല. നാളെ എന്താണ് സമ്പാദിക്കുക, നാളെ എന്താണ് നടക്കുക, നാളെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഒരു നഫ്സിനും അറിയില്ല. അല്ലേ? അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് ചെരുപ്പഴിച്ചു വെച്ച കഥ നമുക്കറിയാം. ചെരുപ്പഴിച്ചു വെച്ചപ്പോൾ സ്വഹാബികളും അത് അഴിച്ചു വെച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി ചോദിക്കുന്നുണ്ട്, സ്വഹാബ എന്തിനാണ് നിങ്ങൾ ചെരുപ്പഴിച്ചു വെച്ചത്? ഖലഅത വ ഖലഅന യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾ അഴിച്ചു ഞങ്ങളും അഴിച്ചു. അതാണ് സ്നേഹം. പ്രവാചകനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി കൊണ്ട് പിൻപറ്റുക, അതാണ് അവരുടെ സ്നേഹം. അതായിരുന്നു അവരുടെ സ്നേഹം. അതാണ് യഥാർത്ഥ സ്നേഹം. അങ്ങനെ ആയിരിക്കണം നമ്മൾ സ്നേഹിക്കേണ്ടത്. പ്രവാചകനെ താങ്കൾ അഴിച്ചു വെച്ചു, ഞങ്ങളും അഴിച്ചു വെച്ചു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ചെരുപ്പിൽ നജസ് ഉണ്ട് എന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞു. താൻ ഇട്ടിരിക്കുന്ന ചെരുപ്പിലുള്ള നജസ് പോലും അറിയാത്ത പ്രവാചകൻ ഇവിടെ നിന്നുകൊണ്ട് യാ സയ്യിദ സാദാത്തി എന്ന് വിളിച്ചാൽ എങ്ങനെയാണ് വിളി കേൾക്കുക? യാ നബി എന്ന് വിളിച്ചാൽ എങ്ങനെയാണ് വിളി കേൾക്കുമെന്ന് ഒരുത്തന് വിശ്വസിക്കാൻ കഴിയുക? അതുകൊണ്ട് അത്തരത്തിലുള്ള മദ്ഹുകൾ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. സ്വഹാബികൾ പ്രവാചകനെ സ്നേഹിച്ചത് അങ്ങനെയല്ല. സ്വഹാബികൾ ആരാകണം ഖലീഫ എന്ന ചർച്ച വന്നപ്പോൾ നമുക്ക് പ്രവാചകന്റെ ഖബറിലേക്ക് പോയി ചോദിക്കാം. അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രവാചകൻ ഇങ്ങനെ വന്നു, എന്റെ സ്വപ്നത്തിൽ വന്നു, ഇന്ന ഒരു സംഘടന ഉണ്ടാക്കണം, ഇന്ന രൂപത്തിൽ പള്ളി ഇവിടെ ഉണ്ടാക്കണം, ഇന്നൊരു മർക്കസ് ഇവിടെ ഉണ്ടാക്കണം, അവിടെ എന്റെ മുടി കൊണ്ടുപോയി വെക്കണം എന്നൊക്കെ പ്രവാചകൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നാണ്. അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും അലിന്റെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ സ്വപ്നത്തിൽ വരാത്ത പ്രവാചകനാണോ ഇയാളുടെ സ്വപ്നത്തിൽ വന്നത്? അവരുടെ സ്വപ്നത്തിൽ വരാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളുടെ സ്വപ്നത്തിൽ എങ്ങനെ വന്നു? റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, റസൂല് കണ്ട് സ്നേഹിച്ച് കൂടെ നടന്ന് ദീന് പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരാരും അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല. അവരാരും അത് ആലോചിച്ചിട്ടുമില്ല. അവർ തീരുമാനിക്കുകയാണ് ചെയ്തത്. അതായിരുന്നു അവരുടെ സ്നേഹം. ഹിജറ പോകുന്ന വേളയിൽ പ്രവാചകന്റെ കൂടെ നടന്ന് വലതും ഇടതും മുന്നിലും പിന്നിലും മാറി മാറി എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു പോലും കൊള്ളരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ പ്രവാചകനെ സംരക്ഷിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ യാത്ര പോകാൻ വേണ്ടി പ്രവാചകന്റെ വിരിപ്പിൽ പ്രവാചകനെ പോലെയാണ് അലിയും കാണാൻ. പ്രവാചകന്റെ ആ ഒരു ശരീര പ്രകൃതമാണ് അലി ബിൻ അബീ ത്വാലിബിനും ഉള്ളത്. അലി ബിൻ അബീ ത്വാലിബ് കിടന്നു കൊടുക്കുകയാണ്. പ്രവാചകൻ നിങ്ങൾ പോയിക്കൊള്ളൂ, അവര് വെട്ടുന്നെങ്കിൽ എന്നെ വെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ കിടന്നു കൊടുക്കുകയാണ്. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധത്തിൽ പ്രവാചകന്റെ മുകളിലേക്ക് കിടക്കുകയാണ്. പ്രവാചകന്റെ പുറത്തേക്ക് ആയുധങ്ങൾ അമ്പുകളൊന്നും വരാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് കിടന്ന് പ്രവാചകനെ സംരക്ഷിക്കുകയാണ്. ഉഹുദിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെടുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ 80ഓളം വെട്ടും കുത്തും ഏറ്റുകൊണ്ട് പ്രവാചകനെ പൊതിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഷഹീദാകുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും സ്നേഹിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും പ്രവാചകന്റെ ഹദീസുകൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല, അതൊന്നും ഞാൻ സ്വീകരിക്കൂല എന്ന് പറയുന്ന ആളുകൾ, അവരോടൊക്കെയും ഇത് സ്വഹീഹാണ്, ഇത് പ്രവാചകന്റെ അധ്യാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പ്രവാചകനെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദീനിനെ കൂട്ടാൻ വരുന്ന ആളുകൾ, ദീനിനെ കൂട്ടിക്കൊണ്ട് എല്ലാതും കാണുന്നതൊക്കെ ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ ആഘോഷങ്ങളും ദീനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതൊക്കെയും ലൈലത്തുൽ ഖദറിനെക്കാളും പുണ്യമുള്ള രാവിന്റെ പ്രതിഫലം ഈ രാത്രിക്ക് ലഭിക്കുമെന്ന് പറയുന്ന അത്തരത്തിലുള്ള പ്രവണതകൾ, അതിനോടൊക്കെ എതിർക്കുവാൻ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലുമൊക്കെ നമുക്ക് നല്ലൊരു ഗുണകാംക്ഷയോടുകൂടി, നല്ല ഒരു നസീഹത്തോടു കൂടി മാത്രം അതിനെയൊക്കെ എതിർക്കുവാനും അതിനെയൊക്കെ തിരുത്തുവാനും നമുക്ക് സാധിക്കണം. ആരെയും അടിച്ചമർത്തുവാനോ ആരെയും ഇരുത്തിക്കളയാനോ ഒന്നുമല്ല, മറിച്ച് നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് അവർക്കും പാനീയം ലഭിക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി മാത്രം വിദഅത്തിനെതിരെ, പുത്തനാചാരത്തിനെതിരെ സംസാരിക്കുവാനും ശബ്ദിക്കുവാനും നീങ്ങുവാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകനെ അകമഴിഞ്ഞുകൊണ്ട് സ്നേഹിക്കുവാനും ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുവാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. ആ പ്രവാചകൻ പഠിപ്പിച്ചെന്ന ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അത് ബോധ്യപ്പെട്ടതിന് ശേഷം ഓരോ കാര്യങ്ങളും പ്രവാചകൻ പറയുന്നത് അത് ദീനാണ്, അത് വഹിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നീട് അതിൽ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഹുദ എന്താണ് എന്ന്, സന്മാർഗം എന്താണ് എന്ന് പ്രവാചകൻ അധ്യാപനം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ആരെങ്കിലും പ്രവാചകനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകളുടെ മാർഗം പിൻപറ്റേണ്ടി വരുമല്ലോ. അങ്ങനെയും ചെയ്യുന്ന ആളുകൾ ഈ ഹദീസിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതൊന്നും ഞാൻ നോക്കില്ല, ഇതൊക്കെ ഞാൻ ദീനാണെന്ന് പറഞ്ഞു കൊണ്ടുവരും. അങ്ങനെയൊക്കെയും പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്നില്ലെങ്കിൽ തീവ്രതയിലേക്ക് പോവുക, അല്ലെങ്കിൽ ജീർണതയിലേക്ക് പോവുക, മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുക. അങ്ങനെ വഴിതെറ്റി പോകുന്ന ആളുകൾ അവരെങ്ങോട്ടാണോ തിരിയുന്നത് അവിടേക്ക് തിരിച്ചുവിടുമെന്നാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
എങ്ങോട്ടാണോ അവൻ പ്രവാചകനെ വിട്ടുകൊണ്ട് തിരിഞ്ഞു പോകുന്നത് അവിടേക്ക് നുവല്ലിഹി മാത്രമല്ല, അവൻ എങ്ങോട്ടേക്കാണോ തിരിഞ്ഞത് അവിടേക്ക് നാം തിരിച്ചുകൊണ്ടേയിരിക്കും. വനുസ്ലിഹി ജഹന്നം, അങ്ങനെ പോയി അവൻ ജഹന്നമിൽ പ്രവേശിക്കും. വസാഅത് മസീറ, അതെത്ര മോശമായ പര്യവസാനമാണ്. അതുകൊണ്ട് സുന്നത്ത് എന്താണെന്ന് പഠിക്കുക, സുന്നത്തിന്റെ പ്രാമാണികത മനസ്സിലാക്കിക്കൊണ്ട് വിദേഹത്തിന്റെ അപകടങ്ങളും ഗൗരവങ്ങളും കൃത്യമായി കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ചെറിയ കർമ്മവും അത് അള്ളാഹു പറഞ്ഞതാണോ, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചതാണോ, അതിന് ഇസ്ലാമിൽ പ്രമാണമുണ്ടോ തെളിവുണ്ടോ എന്ന് ആലോചിച്ച് മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സുന്നത്ത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.